കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ 3. കേരള ഗവൺമെൻറ് സെർവൻസ് കണ്ടക്ട് റൂൾസ് 1960. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 309 പ്രകാരം കേരള സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപപ്പെടുത്തിയ നിയമമാണ് കേരള ഗവൺമെൻറ് സർവീസ് കണ്ടക്ട് റൂൾസ് 1960. ഈ നിയമത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പരാമർശിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. റൂള് 1 സബ്സെക്ഷൻ 2 റൂള് 1 സബ്സെക്ഷൻ 3 വിധേയമായി ഈ ചട്ടങ്ങൾ എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും ബാധകമാണെന്ന് പറയുന്നുണ്ട്. റൂള് 1 സബ്സെക്ഷൻ 3 76 മുതൽ 79 വരെയുള്ള ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള വ്യവസായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സബോർഡിനേറ്റ് സർവീസിലെ തൊഴിലാളികൾക്ക് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. റൂള് 15 രാജിവാങ്ങൽ മുതലായവ കാര്യങ്ങളാണ് വരുന്നത്. മറ്റൊരാൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെ രാജിവെപ്പിക്കുകയും ലീവ് എടുപ്പിക്കുകയും അതിനുവേണ്ടി പണമിടപാടുകൾ നടത്തുകയും ആ ഒഴിവിലേക്ക് മറ്റൊരാളെ നിയമിക്കുകയോ നാമനിർദ്ദേശം ചെയ്യുകയോ ചെയ്താൽ നിയമനാധികാരി ആ നിയമം റദ്ദാക്കുകയും ഇത്തരം ക്രമീകരണം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും അത് ഒരുപക്ഷെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടിയാകാമെന്നും പറയുന്നു. റൂള് 48 സ്വകാര്യ വ്യവസായം അല്ലെങ്കിൽ തൊഴിലിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ മറ്റൊരു ജോലിയിലോ ബിസിനസ്സിലോ നേരിട്ടോ അല്ലാതെയോ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ മറ്റൊരു ജോലിയിലോ ബിസിനസ്സിലോ നേരിട്ട് അല്ലാതെയോ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. റൂൾ 50 മെഡിക്കൽ ഓഫീസർമാരും അവരുടെ പ്രൈവറ്റ് പ്രാക്ടീസിനെ പറ്റി റൂൾ 50 പറയുന്നുണ്ട്. ഗവൺമെൻറ്റിന് കീഴിൽ ജോലി ചെയ്യുന്ന മെഡിക്കൽ ഓഫീസർമാർ സ്വകാര്യ മേഖലയിലെ ആശുപത്രിയോടോ മെഡിക്കൽ സ്റ്റോറിനോടോ സമാനമായ മറ്റേതെങ്കിലും സ്ഥാപനത്തോടോ താല്പര്യം പുലർത്തുവാനോ പാടില്ല എന്ന് പറയുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ പ്രതിഫലമില്ലാതെ പോലും രോഗികളെ പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഗവൺമെൻറ്റിന് കീഴിൽ ജോലി ചെയ്യുന്ന മെഡിക്കൽ ഓഫീസർമാർ സ്വകാര്യ മേഖലയിലെ ആശുപത്രിയോടോ മെഡിക്കൽ സ്റ്റോറിനോടോ സമാനമായ മറ്റേതെങ്കിലും സ്ഥാപനത്തോടോ താല്പര്യം പുലർത്തുവാനോ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രതിഫലമില്ലാതെ പോലും രോഗികളെ പരിശോധിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ജോലി സമയം അല്ലാത്ത സമയങ്ങളിൽ രോഗിയെ സ്വന്തം വീട്ടിൽ വെച്ചോ രോഗിയുടെ വീട്ടിൽ വെച്ചോ പരിശോധിക്കാം, എന്നാൽ കിടത്തി ചികിത്സിക്കാൻ പാടില്ല എന്നും പറയുന്നു. റൂള് 56 ഔദ്യോഗിക രേഖകളുടെയോ വിവരങ്ങളുടെയോ ആശയവിനിമയത്തെപ്പറ്റി പറയുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് വിവരാവകാശ നിയമം അനുസരിച്ച് മറ്റൊരാൾക്ക് വിവരം കൈമാറാം എന്ന് പറയുന്നുണ്ട്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഗവൺമെൻറ്റിൻ്റെ പൊതു ഉത്തരവോ അല്ലെങ്കിൽ പ്രത്യേക ഉത്തരവോ ഇല്ലാതെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഗവൺമെൻറ്റിൻ്റെ പൊതു ഉത്തരവോ അല്ലെങ്കിൽ പ്രത്യേക ഉത്തരവോ ഇല്ലാതെ ഔദ്യോഗിക രേഖകൾ മറ്റൊരു ഉദ്യോഗസ്ഥനും മറ്റൊരു വ്യക്തിക്കോ കൈമാറാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനയിലോ അംഗമാകരുതെന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കരുതെന്നും പറയുന്ന വകുപ്പാണ് സെക്ഷൻ 67. വകുപ്പ് 67A നോക്കാം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഏതെങ്കിലും വർഗീയ അല്ലെങ്കിൽ മത സംഘടനയുടെയോ അത്തരം ട്രസ്റ്റിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ല എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67A. 2014 കേരള ഗവൺമെൻറ് സെർവൻസ് റൂൾസ് ഭേദഗതി നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പാണ് 67A എന്നറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ അവരുടെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് 93B ഓർത്തിരിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത് എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് 93C ഓർത്തിരിക്കണം. സർക്കാർ ഓഫീസുകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ സർക്കാർ ജീവനക്കാർ പുകവലിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് 93D ഓർത്തിരിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥൻ വീട്ടുജോലിക്കായി 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ നിയമിക്കരുതെന്ന് പ്രസ്താവിക്കുന്ന വകുപ്പാണ് 93E എന്നറിഞ്ഞിരിക്കണം. ഒരു സർക്കാർ ജീവനക്കാരനും ഏതൊരു സ്ത്രീയെയും അവരുടെ ജോലി സ്ഥലത്ത് ലൈംഗികമായി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പരാമർശിച്ച വകുപ്പാണ് 93F എന്ന് ഓർത്തിരിക്കണം. റൂള് 93F സബ്സെക്ഷൻ 1 പ്രകാരം സ്ത്രീകളിലെ തൊഴിലിടങ്ങളിൽ വെച്ചൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ലൈംഗികമായി അതിക്രമം നടത്താൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ റൂള് 93F സബ്സെക്ഷൻ 1 അടുത്ത റൂള് 93F സബ്സെക്ഷൻ 2 നമുക്ക് നോക്കാം. തൊഴിലിടങ്ങളിൽ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ തൊഴിലിടങ്ങളിൽ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് റൂൾ 93F സബ്സെക്ഷൻ 2 പറയുന്നു. അടുത്തതാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ് 1968. കേരള സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതു സേവനങ്ങളിലേക്കും തസ്തികകളിലേക്കും നിയമിക്കപ്പെട്ട വ്യക്തികളുടെ റിക്രൂട്ട്മെൻറ്റ് സേവന വ്യവസ്ഥകൾ നിയന്ത്രിക്കുന്നതിനുള്ള നിയമമാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968.
കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്ന വർഷം 1968 സെപ്റ്റംബർ 17 ഓർത്തിക്കണം. സർവീസ് ചട്ടങ്ങളെ നിർമ്മിക്കാനും ഭേദഗതി ചെയ്യാനുള്ള നിയമപരമായ അധികാരം കേരള ഗവൺമെന്റ് നൽകുന്നു എന്ന് പരാമർശിച്ച സെക്ഷനാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 1 ഓർത്തിക്കണം. ഈ വകുപ്പിന് കീഴിലുള്ള എല്ലാ നിയമങ്ങൾക്കും നിയമസഭയുടെ മുമ്പാകെ ഒരു സെക്ഷനിനാലോ അല്ലെങ്കിൽ തുടർച്ചയായ 2 സെക്ഷനുകൾ ഉൾപ്പെടുന്ന 14 ദിവസത്തെ മൊത്തം കാലയളവിൽ സ്ഥാപിക്കേണ്ടതാണെന്ന് പരാമർശിച്ച സെക്ഷൻ വകുപ്പ് സബ്സെക്ഷൻ 2 പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രകാരം 1968 സെപ്റ്റംബർ 16 വരെ രൂപീകൃതമായ കേരളത്തിലെ എല്ലാ സർവീസ് നിയമങ്ങളും ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നതായി വ്യവസ്ഥ ചെയ്തിട്ടുള്ള വകുപ്പാണ് വകുപ്പ് 3 എന്നും ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തതാണ് കേരള ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് നിയമമാണ്. കേരള ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് നിയമം. കേരള ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് നിയമം നിലവിൽ വന്നത് 1964 ഏപ്രിൽ 1 ഈ നിയമപ്രകാരം ഫണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇന്ത്യൻ രൂപയിലാണ്. ഈ നിയമപ്രകാരം ഫണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇന്ത്യൻ രൂപയിലാണെന്നും അറിഞ്ഞിരിക്കണം. അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കണം. പാർട്ട് 14 യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകൾ നോക്കാം. ആർട്ടിക്കിൾ 309 യൂണിയനെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളെ പറ്റിയും പറയുന്നു. ആർട്ടിക്കിൾ 310 യൂണിയന്റെയോ സംസ്ഥാനത്തിൻ്റെയോ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധി, അതുപോലെ തന്നെ കേന്ദ്ര സർവീസിലെ ജീവനക്കാരന് രാഷ്ട്രപതിയുടെയും സംസ്ഥാന സർവീസിലെ ജീവനക്കാരന് ഗവർണറുടെയും സംപ്രീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സർവീസിൽ തുടരാൻ അനുവാദമുള്ളൂ എന്ന അനുച്ഛേദം 310 സബ്സെക്ഷൻ 1 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 311 യൂണിയന്റെയോ സംസ്ഥാനത്തിൻ്റെ കീഴിൽ സിവിൽ പദവികളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരംതാഴ്ത്തലിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ജീവനക്കാരനെ നിയമിച്ച അധികാര സ്ഥാനത്തിന് കീഴിലുള്ള ഒരു അധികാര സ്ഥാനത്തിന് ആ ജീവനക്കാരനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരം ഉണ്ടായിരിക്കുകയില്ല എന്ന് അനുച്ഛേദം 311 സബ്സെക്ഷൻ 1 പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ജീവനക്കാരനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെ സംബന്ധിച്ച് അന്വേഷണ പ്രക്രിയ നടത്താതെയും അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം നൽകാതെയും അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ സർവീസിലെ അയാളുടെ റാങ്ക് താഴ്ത്തുവാനോ പാടില്ല എന്ന് അനുച്ഛേദം 311 സബ്സെക്ഷൻ 2 അനുശാസിക്കുന്നു. അടുത്തത് ആർട്ടിക്കിൾ 312 അഖിലേന്ത്യാ സർവീസിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 312 പറയുന്നത്. ആർട്ടിക്കിൾ 315 യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 316 പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവും അവരുടെ ഉദ്യോഗ കാലാവധിയെ പറ്റിയും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 317 പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലുമായി സംബന്ധിച്ച കാര്യങ്ങൾ 317 പറയുന്നത്. 318 കമ്മീഷന്റെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെക്കുറിച്ചും റെഗുലേഷൻ ഉണ്ടാക്കാനുള്ള അധികാരത്തെ പറ്റിയും ആർട്ടിക്കിൾ 318 പറയുന്നു. ആർട്ടിക്കിൾ 319 പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ അവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റു ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനുള്ള നിരോധനത്തെ പറ്റിയും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 320 പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകൾ. ആർട്ടിക്കിൾ 322 പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചിലവുകൾ. ആർട്ടിക്കിൾ 323 പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ടുകളെ പറ്റിയും പറയുന്നുണ്ട്. അടുത്തത് കേരള സ്റ്റേറ്റ് സർവീസസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ദ കേരള അഗ്രികൾച്ചർ സർവീസസ്, ദ കേരള അഗ്രികൾച്ചർ ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് സർവീസസ്, അതുപോലെ തന്നെ 3 ദ കേരള ആനിമൽ ഹസ്ബൻഡറി സർവീസ്, 3A ദ കേരള ആർക്കിടെക്ചറൽ സർവീസ്, 3B ദ കേരള സിവിൽ ജുഡീഷ്യൽ സർവീസ്, 4 കേരള സിവിൽ സർവീസ് എക്സിക്യൂട്ടീവ്, 4A കേരള സിവിൽ സപ്ലൈ സർവീസ്, 5 കേരള കോഓപ്പറേറ്റീവ് സർവീസ്, 5A കേരള ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സർവീസ്, 5AA കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ്, 5B കേരള കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ സർവീസ്, 5C കേരള ഡയറി ഡെവലപ്മെൻറ്റ് സർവീസ്, 5D കേരള ഡ്രഗ്സ് കൺട്രോൾ സർവീസ്, 5E കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സർവീസ്, 7 കേരള എഞ്ചിനീയറിംഗ് സർവീസ്, 8 കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ സർവീസ്, 8A കേരള ഫാക്ടറീസ് ആൻഡ് ബോയിലർ സർവീസ്, 9 കേരള ഫയർ സർവീസ്, 10 കേരള ഫിഷറി സർവീസ്, 11 കേരള ഫോറസ്റ്റ് സർവീസ്, 12 കേരള ജനറൽ സർവീസ്, 12A കേരള ജിയോളജി സർവീസ്, 12B കേരള ജനറൽ എഡ്യൂക്കേഷൻ സർവീസ്, 13 കേരള ഗവൺമെൻറ് പ്രസ് സർവീസ്, 14 കേരള ഹരിജൻ വെൽഫെയർ സർവീസ്, 15 കേരള ഹെൽത്ത് സർവീസ്, 15A കേരള സ്റ്റേറ്റ് ഹയർ ജുഡീഷ്യൽ സർവീസ്, 16 കേരള ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് സർവീസസ്, 16A കേരള ഹോമിയോപ്പത്തിക് സർവീസ്, 17 കേരള ഇൻഡസ്ട്രി സർവീസ്, 18 കേരള ജയിൽ സർവീസ്, 19 കേരള ലേബർ സർവീസ്, 20 കേരള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് സർവീസ്, 20A കേരള ലോട്ടറി സർവീസ്, 20B
കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ്. 21 കേരള മുനിസിപ്പൽ കമ്മീഷണേഴ്സ് സർവീസ്. 21A കേരള നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ്. 22 കേരള നാഷണൽ സേവിംഗ് സർവീസ്. 22A കേരള പോർട്ട് സർവീസ്. 22AA കേരള പഞ്ചായത്ത് സർവീസ്. 23 കേരള പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് സർവീസ്. 23A കേരള പബ്ലിക് ഹെൽത്ത് നേഴ്സിംഗ് സർവീസ്. 24 കേരള പബ്ലിക് റിലേഷൻ സർവീസ്. 25 കേരള രജിസ്ട്രേഷൻ സർവീസ്. 26 കേരള റവന്യൂ സർവീസ്. 27 കേരള സെക്രട്ടേറിയറ്റ് സർവീസ്. 27A കേരള സോഷ്യൽ വെൽഫെയർ സർവീസ്. 27B കേരള സോയിൽ കൺസർവേഷൻ സർവീസ്. 28 കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്. 29 കേരള സ്റ്റേഷനറി സർവീസ്. 29 കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് സർവീസ്. 30 കേരള സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് സർവീസ്. 31 കേരള സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് സർവീസ്. 31A കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സർവീസ്. 31B കേരള ടൂറിസ്റ്റ് സർവീസ്. 31C കേരള ടൗൺ പ്ലാനിംഗ് സർവീസ്. 32A കേരള ട്രഷറി സർവീസ്. 32B കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ്. 33 കേരള വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് സർവീസ് തുടങ്ങിയവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സർവീസുകൾ, കേരള സ്റ്റേറ്റ് സർവീസുകൾ.